ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തിനോടും ഏതിനോടും ചാടിക്കേറി പ്രതികരിക്കുക എന്നത് മനുഷ്യന്റെ ഒരു ജന്മവാസനയാണ്. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ആളല്ലല്ലോ. പക്ഷേ വ്യക്തി ജീവിതത്തിൽ വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങളോടുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പുറത്ത് പ്രതികരിക്കാൻ, ഒന്ന് ഉറക്കെ സംസാരിക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ മനസ്സ് ഇളകി മറിയുന്ന ഒരു കടലായിട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ അവിടുന്ന് അരുൾ ചെയ്യുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. എന്തിനേയും ശാന്തമായി നേരിടാൻ നാം പരിശീലിക്കണമെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അർത്ഥം കണ്ടെത്താതെ വരുമ്പോഴൊക്കെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ശാന്തത കൈവിടാതിരിക്കാൻ നമുക്ക് പരിശീലിക്കാം. ചിലപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ശാന്തത ആത്മീയ പക്വതയുടെ ഭാഗമാണ്. എല്ലാം അങ്ങേക്കറിയാം, എല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും, ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തത പുലർത്തി കടന്നുപോയാൽ മതി എന്നൊക്കെയുള്ള ചിന്ത നമ്മെ ഭൂമി അവകാശമാക്കാൻ പ്രാപ്തരാക്കും. ഒന്നിലും അശാന്തി അനുഭവിക്കാതെ കടന്നുപോയ അനേകം വിശുദ്ധർ ഭൂമി അവകാശമാക്കി നമ്മുടെ മുന്നിലില്ലേ? അവരെയൊക്കെ ഈ വചനത്തോട് ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു. വിശുദ്ധ ഔസേപ്പിനെ പോലെ ഒന്നും മിണ്ടാതെ കടന്നുപോയ എത്രയെത്ര പേർ. നമുക്കും കഴിയട്ടെ ശാന്തരാകാൻ, ഭൂമി അവകാശമാക്കാൻ. ആമീൻ.